കേരളത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ആ ദുഃഖം അത് നമുക്ക് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ആ കാശില്ലായ്മ അത് കണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അത് കണ്ടതുകൊണ്ടാണ് പ്രിയദർശിനി വിജയിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ സ്പിരിറ്റ്. റൈറ്റ്, ശരി. ആളുകളുടെ ബിഹേവിയർ പാവങ്ങളെ പോലെ അഭിനയിക്കുന്നു എന്ന് തുടങ്ങിയിട്ടാണ് അങ്ങ് പറഞ്ഞത്. പ്രിയദർശിനി ബസ്സുകളിൽ ഇടിച്ചു കയറാൻ ആളുകൾ ശ്രമിക്കുന്നു, സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കിടക്കുന്നു. പക്ഷേ ഇതൊക്കെ താങ്കളുടെ പ്രസംഗമാണത്. പൈസ ഇല്ലാത്തോണ്ടല്ലേ അവര് വരേണ്ടി വരുന്നത്. ഇപ്പൊ 5 ലക്ഷം പേരാണ് അധികം യാത്ര ചെയ്യുന്നത്. ഇപ്പോ 5 ലക്ഷം പേര്. അപ്പൊ അത്രയും പേർക്ക് യാത്ര ചെയ്യാൻ പൈസ ഇല്ലാത്തോണ്ടല്ലേ യാത്ര ചെയ്യാതിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അവരോട് അങ്ങേയറ്റത്തെ കൂറും കടപ്പാടുമാണല്ലോ. ഇനി അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുന്ന നമ്മൾ നോക്കുന്നത്. സ്ത്രീകളെ അവരാണിപ്പോ നമ്മുടെ കണ്ണ് തുറപ്പിച്ചത്. അവര് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ കരളലിയിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തത്, സ്വയം വിമർശനം ചെയ്തത്. എനിക്ക് ആരെങ്കിലും വിവാദം ഉണ്ടാക്കിയതിനോട് വിരോധമില്ല. പക്ഷെ ഒരു വാക്ക് എന്നോട് ചോദിച്ചിട്ട് പറയാമായിരുന്നു എന്ന് മാത്രം. താങ്ക് യു. ഗതാഗത മന്ത്രി CP ജോൺ ഈ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും 2 തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നമ്മുടെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് അദ്ദേഹം എന്താണ് പോയതെന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, സൗജന്യ യാത്രയിൽ സ്ത്രീകളെ പരിഹസിച്ച് ഗതാഗത മന്ത്രി എന്നുള്ളതാണ്. അതുമാത്രമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു വാചകം മാത്രമാണ്. അത് ബാക്കിയെല്ലാം കോട്ട്സിലിട്ട് എഴുതിയിരിക്കുന്നത് മുഴുവൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് കോട്ട്സിലിട്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗ ശകലത്തിൽ നിന്ന് നമുക്കും ഇത് കേൾക്കാവുന്നതാണ്. അങ്ങനെ തോന്നുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹം സ്ത്രീകളെ പരിഹസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ കാര്യം വിശദീകരിച്ച് അദ്ദേഹം വലയുന്നതാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. അതായത് പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു എന്നാണ് CP ജോൺ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കാം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങളുമായി ചേരുന്നത്. സച്ചിൻ, ഇപ്പോൾ അദ്ദേഹം ദാരിദ്ര്യമുക്തവും അതിദാരിദ്ര്യമുക്തവും കുറച്ച് ദാരിദ്ര്യമുള്ള ആളുകളെ തിരിച്ചറിയാൻ വൈകിയെന്നും അത് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞുവെന്നും ഇത് അവരുടെ അവകാശമാണെന്നും അതിനെപ്പറ്റിയാണ് താൻ പറഞ്ഞത് എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത്. എന്തു തോന്നുന്നു വിശദീകരണം കേട്ടിട്ട് സച്ചിന്? ശ്യാംലി നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. വാവിട്ട വാക്കും അതേപോലെ തന്നെ കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം മന്ത്രി CP ജോണിൻ്റെ പ്രതികരണം അല്പസമയം മുൻപ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് തന്നോട് ഇത്തരത്തിൽ ഒരു വാർത്ത കൊടുക്കുമ്പോൾ തന്നോട് ചോദിച്ചില്ല എന്ന കാര്യമാണ് അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെല്ലാം വാർത്ത കൊടുത്തിട്ടുള്ളത്. അതിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്, കാശില്ലാത്ത സ്ത്രീകൾ KSRTC പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറുന്നു എന്ന പ്രസ്താവനയാണ് മന്ത്രി CP ജോൺ നടത്തിയിട്ടുള്ളത്. വലിയ ആഘോഷിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 5 ഗ്യാരണ്ടിയിൽപ്പെട്ട ഒരു പദ്ധതി തന്നെയായിരുന്നു ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. എന്നാൽ അതിനെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ കാശില്ലാത്ത ആളുകളായി അഭിനയിക്കുന്നു അവർ, എന്നാൽ തങ്ങളുടെ മക്കളെ കാശുള്ള സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നു. നേരെ മറിച്ച്
പ്രത്യേകിച്ച് അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയുടെ വരാന്തയിൽ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു കിടക്കുന്നു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരിഹാസരൂപമായ പ്രസ്താവന തന്നെയാണ് മന്ത്രി CP ജോണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ പാലക്കാട് വെച്ച് നടന്ന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത് വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ട്. കാരണം ഒരു സർക്കാരിൻ്റെ ഔദാര്യമായിട്ടല്ല ഒരു യാത്രകൾ സംസ്ഥാനത്തോ അല്ലെങ്കിൽ സമൂഹത്തിൽ നടത്തുന്നത്. ഒരു ഔദാര്യം എന്ന തരത്തിലുള്ള പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും മന്ത്രിയുടെ ന്യായീകരണം എത്ര കണ്ടിടത്തോളം അത് ശരിയാണ് എന്ന് തന്നെ പൊതുസമൂഹം വിലയിരുത്തട്ടെ. എന്തായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്ന പ്രസ്താവന വലിയ രീതിയിൽ വിവാദത്തിനും പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ശ്യാംലി.